വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തെ വ്ളോഗാണ്. നമ്മുടെ ഹൗസ് വാമിങ് പാല് കാച്ചൽ വീട്ടിൽ കൂടെ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സോറി പറയാൻ, ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഇട്ടിട്ട് കുറച്ചൊന്ന് ഡിലേ ആയി. കാരണം വേറെ ഒന്നുമല്ല, ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല പനിയും ബോഡി പെയിനൊക്കെ ആയിട്ടൊന്ന് സൈഡായി പോയി കേട്ടോ. അതുകൊണ്ടാണ് ഡിലേ ആയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഏകദേശം ഇവിടെ റാസൽ കൈമയിൽ 3-4 മണിൻ്റെ ഉള്ളിലായിട്ട്, അതായത് 3:56 3:57 ആ ഒരു സമയത്താണ് കേട്ടോ ഇവിടെ സുബഹി ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന പോലെ തന്നെ താക്കോലിട്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ 3 പേരും കൂടി വീട്ടിലേക്ക് കയറി കേട്ടോ. വീട്ടിൽ കൂടെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായത്. 3 ആളും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം തന്നെ മൊത്തത്തിൽ ഉറങ്ങാതെ കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈമിലേക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഷമ്മുവിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് താമസം എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ അവിടെ പോയി ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാം ഒരുക്കി വെച്ച് അവിടെ പോയി കുളിച്ച് ഫ്രഷായി എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ 3 പേര് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മളിത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ പാല് കാച്ചാൻ തുടങ്ങുന്നുണ്ട്. ബൗളിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ച് പറയലേന്, നമുക്ക് ശരിക്കും ആ ഒരു നാട്ടിൽ നമ്മളൊരു കുഞ്ഞു വീടൊക്കെ എടുത്ത് ഹൗസ് വാമിങ് കഴിക്കുമല്ലോ, വീട്ടിൽ കൂടുതലും പാല് കാച്ചിലൊക്കെ, ആ കഴിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീൽ തന്നെ നമുക്ക് മനസ്സിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ആ ഒരു വൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അതേ രീതിയിൽ തന്നെയല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ വരിക അത് എന്തായിരിക്കും അങ്ങനെയാണെന്നുള്ളത്. പിന്നെ പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കല, നമുക്ക് ശരിക്കും ഒരു മിസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർ, നമ്മുടെ റിലേറ്റീവ്സ്, കുടുംബക്കാർ, നമ്മളെ ഫ്രണ്ട്സ്. കാരണം ഈ ഒരു നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പരിപാടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇവരൊക്കെ എല്ലാവരും ചുറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വൈബും ഫീലും വേറെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു ഫീല് കുറച്ച് കുറവുണ്ട്. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ ഹാപ്പിയാണ്. നല്ല രീതിയിൽ നമ്മളൊരു ചെറിയ ചടങ്ങായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഹാപ്പിയാണ്. രാവിലെ തന്നെ ഇന്നലെ മൊത്തത്തിൽ നമ്മൾ ഉറങ്ങിയില്ലല്ലോ, മൊത്തം ക്ലീനിങ്ങും പരിപാടിയായിട്ട്. പക്ഷെ എന്നിട്ടും അവൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാലൊക്കെ പൊങ്ങി വന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ, എന്താ പറയുക, എന്തോ ഒരു സന്തോഷമുണ്ട്, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ഇതാ ഞാൻ പാല് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൽ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ആ ഒരു പാല് കാച്ചലിന് അങ്ങനെയല്ലേ നട്ട്സൊക്കെ വെച്ച് അങ്ങനെയല്ലേ സെറ്റ് ചെയ്യുക. അപ്പോൾ അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് രാവിലത്തെ പാല് കാച്ചലിൻ്റെ കൂടെ ഇതുപോലെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ കായ് വാട്ടിയ മുട്ട പുഴുങ്ങിയത്, ഒന്നിക്ക് പഴം പുഴുങ്ങിയത്, അല്ലെങ്കിൽ ബ്രെഡ് വാട്ടിയത്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കടികളില്ലേ, ഇപ്പോൾ റോള്, ഇറച്ചിപ്പത്തിരി, അങ്ങനത്തെ കുറേ തരം ഉണ്ടാവില്ല, കുറച്ച് തരം 2-3 തരമായിട്ട് സ്നാക്സ് ഉണ്ടാവും. പിന്നെ ബേക്കറി ഐറ്റംസ് നമ്മുടെ ട്രഡീഷണൽ, അതായത് നമ്മുടെ അലുവ, കിണ്ണത്തപ്പം, കുഴലപ്പം, ഇങ്ങനത്തെ ടൈപ്പ്, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ടേബിൾ അങ്ങ് നിറയുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പാല് കാച്ചൽ എന്ന് പറയുമ്പോൾ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആരും ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് നട്ട്സും പാലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്ത്. അൽഹംദുലില്ലാ നമ്മളിതാ ഫസ്റ്റ് ഈ ഒരു വീട്ടിൽ നിന്നുള്ള പാല് കുടിക്കുകയാണ് കേട്ടോ, പാലൊക്കെ കാച്ചിയിട്ട്. അതുപോലെ UAE പോലത്തെ സ്ഥലത്തൊന്നും നമുക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു വീടൊന്നും സ്വപ്നം കാണാൻ പറ്റൂലല്ലേ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുത്ത റെൻ്റൽ ഫ്ലാറ്റ് ആണല്ലോ, നമ്മൾ മാസത്തിൽ വാടകയും കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഈ ഒരു വീട് നമ്മളെടുത്ത് ഇനി കുറച്ച് കാലം വാടകയ്ക്ക് നിൽക്കും. അതുപോലെ തന്നെ എത്ര കാലമാണോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, അതുപോലെ ആ ഒരു സമയം വരെ നമ്മളിവിടെ നിൽക്കും. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കും അല്ലേ. നമ്മുടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ മാക്സിമം സ്വർഗ്ഗമാക്കി മാറ്റണം. അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക. ഞാനായാലും ഷമ്മുവായാലും എപ്പോഴും ചിന്തിക്കുക അങ്ങനെ, നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അല്ലാതെ നമുക്ക് അതില്ലല്ലോ, നമുക്കിതില്ലല്ലോ, നമുക്ക് ആ ഒരു ഭാഗ്യമില്ലല്ലോ, അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് വെറുതെ നമ്മളെ നല്ല സമയം വെറുതെ ടെൻഷൻ അടിച്ച് നെഗറ്റീവായിട്ട് പോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല അല്ലേ, എല്ലാവർക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതായത് ഒരു വീടിന് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. എല്ലാം മൊത്തത്തിൽ ഓവറോൾ സന്തോഷം മാത്രമുള്ള ഒരു വീടില്ല എന്ന് തോന്നുന്നുണ്ട്. അതിൽ നമ്മളായിട്ട് സന്തോഷം ഉണ്ടാക്കിയെടുക്കലാണ്. കാരണം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, പൈസ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉള്ളവരുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും അവർ നമ്മളാക്കണം ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ അയ്യോ അവർക്കെന്തൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിരാശപ്പെടുത്തി നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെ നല്ലൊരു സമയമാണ് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൂടെ നെഗറ്റീവ് അടിച്ച് കളയുന്നത് എന്നുള്ളത് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്നും നേടാൻ പറ്റില്ല.
അപ്പോൾ മാക്സിമം എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം പറയാൻ മെയിൻ കാരണം ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഇത് എപ്പോഴും ചിരിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്, എപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ, എപ്പോഴും ഹാപ്പി ആണല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് മാത്രം പറഞ്ഞു കേട്ടാ. നമുക്കും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എപ്പോഴും ചിരിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു കാര്യം. കാരണം ബാക്കിയൊക്കെ പടച്ചോനല്ലേ നമ്മളെ പഠിച്ചത്, പടച്ചോനറിയാം നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ എത്തിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, ഇതിനു മുന്നേ നമ്മൾ താമസിച്ച വീട് എന്നൊക്കെ പറയും കുഞ്ഞൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ഇടങ്ങാറായിട്ടൊക്കെ അവിടെ നിന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോരോ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ മാക്സിമം ഹാപ്പിയാകുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പാലുകാച്ചലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീവ്സ് കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് എണീച്ചു കേട്ടോ. അവളൊക്കെ എടുത്ത് ഉറക്കി, കാരണം അവൾ ഉറങ്ങാണ്ട് നിൽക്കും, നമ്മൾ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ ഉറങ്ങൂല. പക്ഷേ ഒട്ടും ഉറങ്ങാതെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ശരിക്കും പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ മൊത്തത്തിൽ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഉറക്കില്ല, ഫുള്ള് ക്ലീനിങ്ങും പരിപാടിയും സാധനം വാങ്ങാൻ പോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും ടയേർഡായി കേട്ടോ. നമ്മൾ രണ്ടുപേരും ലിയൂസും അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷുമ്മൊക്കെ മൊത്തത്തിൽ ബോഡിയെ വീക്കായ പോലെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഷുമ്മു പറഞ്ഞ് ഇന്നിന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് പായസം ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചിട്ട് നമുക്ക് വേഗം ലഞ്ചിൻ്റെ ബിരിയാണി വെക്കുന്നുണ്ടല്ലോ ഇന്ന് ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ആഴ്ചക്ക് ഒരു ദിവസം വെക്കുമല്ലോ ബിരിയാണിയോ മന്തി എന്തെങ്കിലും, ഇന്ന് പ്രത്യേകിച്ച് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോർമലി ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ പൊടിച്ചിട്ട് അങ്ങനെ രീതിയിൽ ബിരിയാണി വെക്കാം. അപ്പോൾ ഷുമ്മു പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പായസം വേഗമാക്കിയിട്ട് അത് കുടിക്കാം, എന്നിട്ട് നമുക്ക് ചോറിൻ്റെ പരിപാടി ചെയ്യാമെന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. പായസം നമ്മൾ സേമിയ പായസമാണ് വെച്ചത്. പിന്നെ പായസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു, അതായത് നമുക്ക് ഒരു തവണ കുടിക്കാൻ ഓരോ ഗ്ലാസ് രീതിയിൽ അളവിലേ വെച്ചിട്ടുള്ളൂ. കാരണം വേറൊന്നുമല്ല, മധുരം ആയതുകൊണ്ട് തന്നെ പിന്നെ എടുത്ത് കുടിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പുറത്തെ നൈബേഴ്സിനൊന്നും നമ്മൾ പരിചയപ്പെട്ടില്ല. അവർ പാകിസ്ഥാനികളോ അങ്ങനെ ആരൊക്കെയാണ് അപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ഫ്ലോറിൽ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ പരിചയമാവാതെ കൊണ്ട് തന്നെ നമ്മളൊരു സാധനം കൊടുത്ത് അവർ വാങ്ങുമോ എടുക്കുമോ എന്താണെന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പായസമൊന്നും ഇന്ന് കൊടുത്തിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് അവരൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങോട്ടൊക്കെ പായസവും എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലാക്കും, അല്ലാതെ തന്നെ നമുക്കത് ശീലമാണല്ലോ. നമ്മൾ നാട്ടിൽ നിന്നും അങ്ങനെയല്ലേ, എന്തുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സാധനം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കുമല്ലോ. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഭാഗ്യം, നമ്മുടെ വർക്കത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ പരിചയപ്പെട്ട് വന്നതിന് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കലും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ പരിപാടി. അങ്ങനെ അപ്പോൾ ഇതാ ചോറിൻ്റെ പരിപാടി തുടങ്ങി. ചുമ പറഞ്ഞ് പായസം കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇത് ചിക്കൻ പൊരിക്കാം. ചിക്കൻ എന്ന് വെച്ചാൽ ഓവർ ഡീപ്പായിട്ട് പൊരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ചുമ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിട്ട് ഉറക്കും ഇതൊന്നുമില്ല. ഇന്നലെയാണ് ഒട്ടും ഉറങ്ങിയിട്ടുമില്ല, ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ജമ്മു പറഞ്ഞ് നമുക്ക് ഇന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആക്കിയാൽ മതി. ജമ്മുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തട്ടിക്കൂട്ട് ബിരിയാണി ആയിട്ടാണ്. അതിനൊരു പ്രത്യേക രുചി, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു ഭയങ്കര, നമ്മളെ നാട്ടിൽ പറയും ഒയിമ്യത്തിൽ വെക്കാമെന്ന് പറയും, അതായത് ഭയങ്കര മെനക്കെട്ട് ഒയിമ്യത്തിൽ വെക്കാമെന്ന് പറയില്ല. അങ്ങനത്തെ ബിരിയാണി വെക്കുന്നതിലും തട്ടിക്കൂട്ടിയിട്ട് ഒരു എന്താ പറയുക പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒന്ന് തട്ടിക്കൂട്ടി വെക്കുന്ന ബിരിയാണിയില്ല, അതിനൊരു പ്രത്യേക രുചിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ നാടൻ ബിരിയാണിയാണ് കേട്ടോ, ഒരുപാട് എന്താ പറയുക ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ നാടൻ ബിരിയാണിയാണ് വെക്കുന്നത്. പിന്നെ കുഞ്ഞു ക്വാണ്ടിറ്റിയിലേ വെക്കുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്ത് കട്ടിങ്ങും ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാം പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷുമ്മുവിന് ചെറിയൊരു ഓഫീസിലൊരു വർക്ക് വന്നിട്ട് അതങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനിടയിൽ എനിക്ക് വന്ന് വീഡിയോ എടുത്തിരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ നമ്മളിങ്ങനെ പരിപാടി ചെയ്യണം. ഇപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കിച്ചണൊക്കെ നമ്മൾ ആദ്യം സ്റ്റുഡിയോ ഒക്കെ താമസിച്ചത്, അതുകൊണ്ട് തന്നെ അവിടെ കിച്ചണിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ എന്ന് വെച്ചാൽ പണിയെടുക്കാൻ പക്ഷേ നല്ല സുഖമായിട്ട് സ്റ്റുഡിയോയിൽ കിച്ചണൊക്കെ പറഞ്ഞാൽ കുഞ്ഞു നോർമലി ഉള്ള ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. പക്ഷേ എനിക്ക് പണിയെടുക്കുന്ന സമയത്തൊക്കെ അല്ലാത്ത സമയത്ത് യൂട്യൂബിൻ്റെ വർക്ക്, അതായത് നമ്മൾ കുക്കിംഗ് ചാനലാണല്ലോ മെയിൻ. അപ്പോൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര മാത്രം എന്നല്ല. എത്ര വലിയ സ്ഥലം ഉണ്ടെങ്കിൽ കൂടി നമുക്കത് എന്താ പറയുക തികയാതെ പോലെ ആയിരിക്കും ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്. കാരണം ഓരോരോ പ്ലേറ്റുകൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കണം, ഓരോ ഭാഗത്ത് ഒരുക്കി വെക്കണം, ആ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് അവിടെ പറ്റൂലായിരുന്നു.
ഇപ്പം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഈ ഒരു കിച്ചൺ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഏലുണ്ട് കേട്ടോ. നമുക്ക് ഏത് ആംഗിളിൽ വെച്ച് വീഡിയോ എടുക്കാനും ഏലുണ്ട്. പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം, ഒരു ഭാഗത്ത് വെക്കാനുള്ള സ്ഥലം, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. പക്ഷെ താഴെ സ്റ്റുഡിയോ ആയിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മേശയായിരുന്നു, അതായത് കൗണ്ടർ ടോപ്പ് കുഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വെച്ച് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നല്ല എഫേർട്ടുള്ള പണിയായിരുന്നു കേട്ടോ. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ അതിൽ തന്നെ ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ചിട്ട് ഇതുവരെ എത്തിയല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഓരോ സമയമാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വേണമല്ലേ. അപ്പോൾ നമ്മൾ ആ സമയത്താണ് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ കുറേ കമൻറ്റും മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് എവിടെ വന്നാൽ വാങ്ങിയെന്നുള്ളത്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിനെ, ഒന്നുകൂടി പറയാം. ഞാൻ ഇത് ഐക്യൻ്റെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ, ഒരൊറ്റ കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നല്ല ഡിസൈനുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷേ ഇതിങ്ങനെ നമുക്ക് കൗണ്ടർ ടോപ്പിലും വെക്കാം, അല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളൊരു ബാക്ക് സൈഡ് ഉണ്ട്. അതിങ്ങനെ വോളിൽ ഫിക്സ് ചെയ്തിട്ട് ഹാങ് ചെയ്ത് ഇടുകയാണ് വേണ്ടത് ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അഥവാ നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ ഇളകിപ്പോണ്ടെന്നുള്ള രീതിയിൽ, ഇളകൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നില്ല. പിന്നെ വേറെ എന്താണ്, അതിനിടയിൽ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടായിനെ. മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇതാ ഞാൻ അരിയൊക്കെ എടുത്തിട്ട് അരിയും കൂടി കഴുകി ചോറും കൂടി വെക്കട്ടെ. ഇന്നത്തെ ബിരിയാണി എന്ന് പറയുന്ന ഒരുപാട് അലങ്കാര പണികളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അതും നമ്മുടെ നാടൻ ബിരിയാണി കേട്ടോ, തലശ്ശേരി സ്റ്റൈലിൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹോം ടൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഹോം ടൂറ്. അപ്പോൾ ഇതാ ഞാനിനി ചോറൊക്കെ വെക്കലാണ്. പിന്നെ ഹോം ടൂർ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ. നിങ്ങൾ കമൻറ്റ് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഹോം ടൂറ് എല്ലാം എടുക്കണം എന്നെല്ലാം പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് വീട്ടിൽ കൂട്ടൊക്കെ കഴിഞ്ഞ് പനിയൊക്കെ ആയി വീഡിയോ ഒക്കെ നല്ല ഡിലേ ആയി പോയത് കേട്ടോ, സോറിയേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വെച്ച്, പിന്നെ ഇന്ന് കുറേ ടൈം ദമ്മിലിരിക്കാനൊന്നും വെക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് ദം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ദമ്മ് പൊട്ടിക്കും. കാരണം ടൈം ഇല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം നാട്ടിലേക്കെല്ലാം ഒന്ന് വിളിക്കണം കേട്ടോ. എൻ്റെ വീട്ടിലും ഷെമുവിൻ്റെ വീട്ടിലും, രണ്ട് വീട്ടിലൊന്ന് വിളിക്കണം. ഒന്ന് വീടൊക്കെ ഒന്ന് എന്താ പറയുക, വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കണം അങ്ങനെ. പിന്നെ വേറെ എന്താണ്, പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. നാട്ടിൽ വീട് വെച്ചിട്ടുമില്ല, വീടിൻ്റെ ഒരു പ്ലാൻ പോലും ആയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യും, വീടൊക്കെ പെട്ടെന്ന് ഒരു കുഞ്ഞു വീടൊക്കെ എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. പിന്നെ വേറെ എന്താണ്, നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു വീട്ടിലും നല്ല രീതിയിൽ എന്താ പറയുക, സന്തോഷവും സമാധാനവും ബർക്കത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യട്ടെ എനിക്കും വേണ്ടിയിട്ട്. നാട്ടിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന എല്ലാവരും ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കുമല്ലോ, എല്ലാവരെയും ഒരു സ്വപ്നം തന്നെയായിരിക്കും. പക്ഷേ ഒരു സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അല്ല. അത് നമ്മളെ കൊണ്ടൊന്നും ഇപ്പോഴേ പറ്റുന്ന ഒരു കാര്യമല്ല. കുറേ കാലം നമ്മൾ പണിയെടുക്കേണ്ടി വരും, അത്രയും കഷ്ടപ്പെടേണ്ടി വരും. ഇൻഷാ അല്ലാഹ് പഠിച്ചവനല്ലേ വലുത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യട്ടെ, നമുക്ക് നാട്ടിലൊരു കുഞ്ഞു വീടൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ആവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യും. എല്ലാവർക്കും, വീടില്ലാതെ എല്ലാവർക്കും സ്വന്തമായിട്ടൊക്കെ എല്ലാവരും സ്വപ്നം തന്നെയായിരിക്കും ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീടൊക്കെ ആവാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യട്ടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ ദം ചെയ്തിട്ട് ഇനി ചോറ് കഴിക്കാൻ പോക്കാന്ന്. ഷെമു അതിനിടയിൽ ഇതാ ബത്തക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളിവിടെ ഹൗസ് വാമിങ്ങിന് ശരിക്കും എൻ്റെ പ്ലാൻ എന്തൊക്കെയാണെന്നറിയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള വീട് മാറ്റലായതുകൊണ്ട് തന്നെ ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഷെമുവിൻ്റെ വീട് മാറുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷെമുവിനോട് പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാം. എന്തായാലും നാളത്തേക്കുള്ളൊരു മെമ്മറി ആണല്ലോ, നമുക്കിത് വീഡിയോ എടുത്ത് കാണാമല്ലോ ഇടയ്ക്കിടെ. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാം. പിന്നെ നമുക്ക് നാട്ടിലൊക്കെ വെക്കുന്ന പോലെ ബിരിയാണിയും മുട്ടമാലയും അൽസയും പായസമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ മാത്രമാണെങ്കിലും അതൊക്കെ വെച്ചിട്ടൊക്കെ ഉഷാറാക്കാമെന്നൊക്കെ ഇരുന്നേ നമ്മുടെ പ്ലാന്. പക്ഷേ എല്ലാം തകിടം മറിയാന്ന് പറയുമല്ലോ. എന്താ വെച്ചാൽ കുറേ ദിവസം വീട് മാറലും ഓട്ടപ്പാച്ചലും സാധനം പർച്ചേസിങ്ങും അതും ഇതുമൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മൾ രണ്ടുപേരും സൈഡായി, പിന്നെ ഒന്നിനും പറ്റാതെയായി. അപ്പോൾ ചുമ്മാ പറഞ്ഞ് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ ഓവർ ആവേശമൊന്നും വേണ്ട, എന്തെങ്കിലും നമുക്കുള്ള കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇതാ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും സേമിയ പായസവും ഒക്കെ വെച്ച് നമ്മൾ ഉഷാറാക്കി കേട്ടോ. ഒന്നാണെങ്കിലും നമ്മളെ നല്ല രുചിയുള്ളൊരു ഭക്ഷണം കിട്ടുക, അതല്ലേ വേണ്ടുള്ളൂ അല്ലേ. അങ്ങനെ ഒരുപാട് ആർഭാടങ്ങളൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ സെർവ് ചെയ്ത് ഇനി കഴിക്കാൻ പോക്കാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്.
ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. പിന്നെ ഒരു കാര്യം, ഇനി എങ്ങനത്തെ ടൈപ്പ് വ്ളോഗ് കാര്യങ്ങൾ, ഏതൊക്കെ റെസിപ്പീസ്, ഏതൊക്കെ വീഡിയോസ്, എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിനി വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്